ഒന്ന്, മാത്യു കുഴൽനാടൻ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ആരംഭഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അനുദിനെന്ന പോലെ ശരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഈ ഭൂമി 50 സെൻറ്റ് സ്ഥലം അനധികൃതമായി കയ്യേറി അവിടെ റിസോർട്ട് നിർമ്മിച്ചു എന്ന കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസ് സംബന്ധിച്ച് അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി തഹസിൽദാരെന്ന ഷാജി ഉൾപ്പെടെയുള്ള അതിൽ പ്രതിയാക്കപ്പെട്ടവർ അതിലെങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് സംബന്ധിച്ച് അന്വേഷിക്കാനാണ്, നിയമോപദേശം തേടാനാണ് മാത്യു കുഴൽനാടനെ സമീപിച്ചത്. മാത്യു കുഴൽനാടൻ ചെയ്തെന്താ? കരവടയ്ക്കാത്ത സർക്കാർ ഭൂമി കയ്യേറി 50 സെൻറ്റ് സ്ഥലം ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള റിസോർട്ട് പണിതിരിക്കുന്നു എന്ന വളരെ വ്യക്തമായ രേഖ മനസ്സിലാക്കിക്കൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഭൂമി വാങ്ങിയത്. ആ ഭൂമി വാങ്ങിയെന്ന് മാത്രമല്ല, 1,35,00,000 രൂപ എന്ന് പറഞ്ഞത് സത്യവാങ് കൊടുത്തപ്പോൾ 3,00,00,000 കോടി രൂപയായി വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ദുരൂഹത നിലനിന്നിരുന്നൊരു കാര്യമാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് അന്ന് പ്രതികരിച്ചിട്ടുള്ളത്. കേസ് വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ അന്വേഷണത്തെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് 16ാമത്തെ പ്രതിയായി മാത്യു കുഴൽനാടനെ പ്രതിയായി കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം അല്പമെങ്കിലും മാന്യതയോ ധാർമ്മികതയോ ഉണ്ടെങ്കിൽ ആ 55 സെൻറ്റ് സ്ഥലം തൻ്റെ അധികൃതമായിട്ടുണ്ട്, അത് സർക്കാർ ഏറ്റെടുത്തോണ്ടെന്ന് പറയണ്ടേ? പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ അദ്ദേഹം പറയുന്നത് എന്നാ, ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു മതിലവിടെ കണ്ടെന്നാണ്. ആ മതിൽ പുനർനിർമ്മിച്ചു. അപ്പോൾ ആ മതിൽ നിൽക്കുന്നതും അതിനോടൊപ്പം നിൽക്കുന്ന 55 സെൻറ്റ് സ്ഥലവും അനധികൃതമാണെന്നും സർക്കാരിൻ്റെ ഭൂമിയാണെന്നും അതിന്മേൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്നും മാത്യു കുഴൽനാടൻ നിയമജ്ഞനാണ്, അറിയാമല്ലോ. മാത്രമല്ല, ഈ ഇടുക്കി ജില്ലയിൽ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട കേസുകളിലേക്ക് കാര്യം എത്തിച്ചത്, കോടതി വ്യവഹാരത്തിലേക്ക് എത്തിച്ചത്, അതിനുശേഷം സുപ്രീം കോടതി വരെ ഈ കേസ് നടത്തിയതിൻ്റെ ആരാ? മാത്യു കുഴൽനാടനല്ലേ. എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളെ സങ്കീർണതയാക്കി അതിൻ്റെ ഭാഗമായി ഒരു കോടീശ്വരനായി മാറിയിട്ടുള്ള ഒരാളാണ് മാത്യു കുഴൽനാടൻ എന്നത് വസ്തുതയാണ്. ഇത് മാത്രമല്ല, ഇനി ഞങ്ങൾ പുതിയതായി ഉന്നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വരുമാനം സംബന്ധിച്ച് പരിശോധിക്കണം. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് വക്കീൽ ജോലി, ഒരു അഡ്വക്കേറ്റായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനം എന്താണ്, അദ്ദേഹം ഇപ്പോൾ സമ്പാദിച്ചുള്ള സ്വത്തിൻ്റെ ഉറവിടം എന്താണ്, ആ ഉറവിടം എല്ലാം സംബന്ധിച്ചും അന്വേഷിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏതായാലും വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സർക്കാർ ഗവൺമെൻറ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം വരികയാണല്ലോ. അതിനുള്ളിൽ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് 55 സെൻറ്റ് സ്ഥലം സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാനുള്ള നിലപാട് മാത്യു കുഴൽനാടൻ സ്വീകരിക്കണം. പക്ഷെ നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞ പോലെ ഒരു അഴിമതിക്കാരനായ ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായും ആ സർക്കാരിൻ്റെ ഭൂമി സർക്കാർ നിഷിദ്ധമാവണം. അതല്ല എങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ വരും. സ്വാഭാവികമായിട്ടും ആ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടും, നിലപാട് തുറന്നു കാണിക്കും. അദ്ദേഹത്തിൻ്റെ പൊള്ളത്തരം നല്ലതുപോലെ ആളെ ബോധ്യപ്പെടുത്തും. ഈ ജില്ലയോട് മാത്യു കുഴൽനാടൻ ചെയ്തു വെച്ചിരിക്കുന്ന പാതകം എത്രയോ ഗൗരവമുള്ളതാണെന്നറിയോ? ഇദ്ദേഹമാണ് ഡിസംബർ മാസം 19 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ഈ 13 വില്ലേജുകളിൽ നിലനിൽക്കുന്ന നിർമ്മാണ നിരോധനം സംബന്ധിച്ച് പിന്നീട് പരിശോധിക്കാം, ബാക്കിയുള്ള തീരുമാനം എടുക്കാൻ പറഞ്ഞ ആ സർവകക്ഷി തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് സുപ്രീം കോടതിയിൽ എത്തിച്ച് അവസാനം കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്കാകെ ദുരിതമുണ്ടാക്കി വെക്കുന്ന നിർമ്മാണ നിരോധന ഉത്തരവ് വാങ്ങിക്കൊടുത്തതിന് പിന്നിൽ ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം എന്താ? ഇവിടെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പരമാവധി ഭൂമി വാങ്ങിക്കൂട്ടുക, അദ്ദേഹത്തെ എല്ലാവരും സമീപിക്കേണ്ടി വരിക. കാരണം മാത്യു കുഴൽനാടൻ്റെ അവസാനത്തെ വാക്കെന്ന രൂപത്തിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സോഴ്സിനെ സംബന്ധിച്ച് ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ കേസുമായി ഇപ്പോൾ വിജിലൻസ് നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. വിജിലൻസിൻ്റെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി എന്ന നിലപാട് വരുന്നു എന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്നതിനോടൊപ്പം തന്നെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ KPCC നേതൃത്വം അദ്ദേഹത്തെ ഉപദേശിക്കണം. ഏത് വിഷയം വന്നാലും വലിയ പ്രതികരിക്കുന്ന ആളായിരുന്നല്ലോ നമ്മുടെ ഡീൻ കുര്യാക്കോസ്. ശബ്ദം കേൾക്കുന്നില്ലല്ലോ, പറയണ്ടേ? ഭൂമി കയ്യേറ്റത്തെ സംബന്ധിച്ച് ഭാരതോരാതെ സംസാരിക്കുന്ന
എം കുര്യാക്കോസും വേണ്ടിയിട്ടുണ്ടോ? KPC നേതൃത്വം വേണ്ടിയിട്ടുണ്ടോ? ആരും വേണ്ടിയിട്ടില്ല. അതെല്ലാം കാണിക്കുന്നത് എന്താ? തീർച്ചയായും ഇദ്ദേഹം ഈ അഴിമതി നടത്തിയിട്ടുണ്ട്, ഭൂമി കൈവശപ്പെടുത്തി. അതിൻ്റെ ഗൗരവം എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമി മാത്യു കുഴൽനാടൻ മേടിക്കുമ്പോൾ നിലനിൽക്കുന്നുണ്ട് കേസ്. 55 സെൻറ്റ് സ്ഥലം സർക്കാരിൻ്റെ ഭൂമിയിൽ അനധികൃതമായി റിസോർട്ട് നിർമ്മിച്ചു എന്ന കേസ് നിലനിൽക്കുന്ന ഭൂമിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ലേ അത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ നിലപാട്. ശക്തമായ സമീപനം ഞങ്ങളെടുക്കും. ആ സമീപനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പാർട്ടി ആലോചിക്കും. ഭൂരഹിതരായ ആ ഭൂമി ഭൂരഹിതരായ ആളുകൾക്ക് കൊടുക്കണമെന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. സമരപരിപാടി പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടി ആലോചിച്ച് സമരപരിപാടിക്ക് രൂപം നൽകും. അപ്പം അദ്ദേഹത്തിന് അളക്കാൻ വേണ്ടി 3 പ്രാവശ്യം നോട്ടീസ് കൊടുത്ത് പുള്ളി സമയം കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. റവന്യൂ വകുപ്പ് ഇപ്പോൾ അളക്കാൻ പറഞ്ഞ് 3 പ്രാവശ്യം ആദ്യം അളന്ന് പുള്ളി സ്വീകരിച്ചില്ല. അളക്കണമെന്ന് പറഞ്ഞ് റവന്യൂ വകുപ്പ് നോട്ടീസ് കൊടുക്കുമ്പോൾ പുള്ളി ഓരോ ദിവസം മാറ്റി സാങ്കേതികം പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. അളക്കാൻ വേണ്ടിയുള്ള നിലപാട് പുള്ളിയില്ലല്ലോ. വീണ്ടും ഇപ്പോൾ പുള്ളി ആവശ്യപ്പെടുന്ന അളക്കണമെന്നാണ്. അളക്കണമെന്ന് പറയുമ്പോൾ എന്തിനാ അളക്കണം? 1 ഏക്കർ 15 സെൻറ്റ് സ്ഥലം, 1 ഏക്കർ 55 സെൻറ്റ് സ്ഥലം അതിനകത്ത് കൂടുതലുണ്ടെന്നും അത് സർക്കാരിൻ്റെ ഭൂമിയെ കയ്യേറിയാണ് ഈ റിസോർട്ട് നിർമ്മിച്ചിട്ടുള്ളതെന്ന് കേസ് നിലനിൽക്കുമ്പോഴാണ് മാത്യു കുഴൽനാടൻ ഈ ഭൂമി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ 55 സെൻറ്റ് സ്ഥലം അനധികൃതമായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം പിന്നെ അതിനെ അളക്കണമെന്ന് പറയുന്നത് ന്യായം എന്താ? ഒരു ന്യായവുമില്ല. കാരണം ആ കേസ് നിലനിൽക്കുന്നുണ്ട്, കേസുണ്ടെന്ന് പുള്ളിക്ക് അറിയാം. അദ്ദേഹത്തിന് അറിയാമല്ലോ കേസുണ്ടെന്ന്. ആ കേസ് നിലനിൽക്കുന്ന അറിയുമ്പോൾ അതിന് നിലപാടെടുക്കണം.